ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രൊജക്റ്റിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ആകെ 2 മദർ പോർട്ടുകളേ ഉള്ളൂ, ഒന്ന് ഗുജറാത്തും ഒന്ന് മുംബൈയിലും. 2 പ്രോജക്റ്റുകൾ 70ഓളം മിനി പോർട്ടുകൾ ഇന്ത്യയിലുണ്ടെങ്കിൽ കൂടെ സൗത്ത് ഇന്ത്യയിൽ ഒരു പോർട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. ഒറ്റ പോർട്ട് പോലും ഇല്ല. ഈ മദർ പോർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? 18 ഫീറ്റെങ്കിലും ആഴം വേണം ഈ പറയുന്ന പോർട്ടിനോട് ചേർന്നിട്ട്. ഈ 17 ഫീറ്റിൻ്റെ ആഴത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് എത്ര വലിയ ഷിപ്പുകളെ വേണമെങ്കിലും കൊണ്ട് അടുപ്പിക്കാം എന്നുള്ളതാണ്. അടുപ്പിക്കുകയും ആ ഷിപ്പുകളെ അതിൽ നിന്നും ഷിപ്പ് ഈ കണ്ടെയ്നറുകളെ എടുത്തു മാറ്റാനും പറ്റുന്നുള്ളതാണ്. ഫസ്റ്റ് ഘട്ടത്തിൽ 10 ലക്ഷമാണ്. 10 ലക്ഷം കണ്ടെയ്നറുകളാണ് ഫസ്റ്റ് ഘട്ടത്തിൽ ഇവിടുന്ന് മാറ്റാൻ കഴിയുക എന്നുള്ളത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വികസന കുതിപ്പായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നുള്ളതാണ്, വലിയ രീതിയിലുള്ളത്. അതല്ല ഫീഡിങ് ഷിപ്പുകൾ വരുന്നു എന്നുള്ളതാണ്. ഫീഡിങ് ഷിപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സലാലയിലും ഈ ശ്രീലങ്കയിലും ഉള്ള എയർപോർട്ടുകളിലുള്ളതും ദുബായ് പോർട്ടിലുള്ളതും എല്ലാം ഫീഡിങ് ഷിപ്പുകളാണ്. അവിടെ പ്രധാനപ്പെട്ട കപ്പലുകൾ വരികയും അവിടുന്ന് ഫീഡ് ചെയ്ത് ഇന്ത്യയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും പോവുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ബെനിഫിറ്റ് എന്താ? ഇപ്പോഴത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മദർഷിപ്പ് ഇവിടെ വരും എന്നുള്ളതാണ്. മദർഷിപ്പ് വരുന്നതോട് കൂടിയിട്ട് വലിയ മാറ്റം കേരളത്തെ സംബന്ധിക്കും. ഞാൻ ഈ റോഡുകളുടെ വികസനം പറയുന്ന കാര്യമുണ്ടല്ലോ, ഇതുപോലെ ഈ നമ്മുടെ നാഷണൽ ഹൈവേ വികസിക്കാനുള്ള ഒരു കാരണം കൂടെ ഞാൻ കാണുന്നത് ഈ പറയുന്ന പോർട്ട് വന്നതാണെന്നുള്ളത്. കാരണം അങ്ങനെ ഒരു പോർട്ട് വന്നില്ല ഇവിടെ വലിയ ട്രാഫിക് കൺജഷൻ ഉണ്ടാവും. കാരണം ഇത്രയും അധികം കണ്ടെയ്നറുകൾ ഓടേണ്ടതാണല്ലോ.